40-50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നര വരിക സ്വാഭാവികമാണ്. പക്ഷെ 25 ഇയേഴ്സിൽ താഴെയുള്ളവർക്ക് നര വരുമ്പോഴാണ് നമ്മൾ അകാല നര അല്ലെങ്കിൽ പ്രീമച്വർ ഗ്രേയിങ് എന്ന് പറയും. ഇതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന് ബ്ലാക്ക് കളർ നൽകുന്ന മെലാനോസൈറ്റ് പ്രോപ്പർലി വർക്ക് ചെയ്താകുമ്പോഴാണ്. ഇത് പല റീസൺ കൊണ്ടും ഉണ്ടാകും. ഒന്ന് ജനറ്റിക്, നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ അകാലനര ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അകാലനര വരാൻ വേണ്ടിയിട്ട് 39% ചാൻസ് ഉണ്ട്. സെക്കൻഡ് എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, മെയിൻലി വൈറ്റമിൻ D12, അയൺ, കോപ്പർ, മഗ്നീഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ D3 ഈ പറയുന്ന ഡെഫിഷ്യൻസീസ് ഉള്ളവർക്കാണ് കൂടുതലായിട്ടും അകാലനര സ്ഥിരമായിട്ട് വരാറ്. സ്ഥിരമായിട്ട് സ്മോക്ക് ചെയ്യുന്നവരിൽ അകാലനര വരാൻ നല്ല ചാൻസ് ഉണ്ട്. കൂടാതെ നമുക്ക് സ്ട്രെസ് വരുമ്പോഴത്തേക്ക് സ്ട്രെസ് ഹോർമോൺസ് സെക്രേറ്റ് ചെയ്യും. ആ വരുന്ന ഹോർമോൺസ് നമ്മുടെ ഹെയർ ഫോളിക്കിളിന് നേരത്തെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ട് പിഗ്മെന്റേഷന്റെ ലെവൽ കുറയ്ക്കുകയും ചെയ്യും. സോ ഈ പറയുന്ന റീസൺ ആണ് മെയിൻലി അകാലനരയ്ക്ക് കാരണമായിട്ട് വരും. ഫസ്റ്റ്ലി ഈ പറയുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ മാനേജ് ചെയ്യാം. കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഫുഡിൽ ഇത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സപ്ലിമെന്റ്സ് ആയിട്ടും എടുക്കാം. സെക്കൻഡ് തിങ്, നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുക. 70% ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള മെഡിറ്റേഷൻസ്, പ്രാണായാമം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യും. നമ്മുടെ തലയിൽ 1-2 നരച്ച മുടി ഉണ്ടെങ്കിൽ അത് പിഴുത് കളയാതെ കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ പിഴുത് കളയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹെയർ ഫോളിക്കിൾസ് വീണ്ടും ഇൻഫ്ലെയിംഡ് ആവുകയും നിങ്ങളുടെ ഹെയറിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും. 15-20% നര ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൈ ചെയ്ത് കളയാം. നിങ്ങൾ ഡൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൽ അമോണിയ ഫ്രീ ആണെന്ന് ഉറപ്പ് വരും. ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നല്ല രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരിക, ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിച്ച് ഒരുപാട് ജങ്ക് ഫുഡ്സ്, ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഫുഡ്സ് ഒക്കെ നന്നായിട്ട് സ്കിപ്പ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രീമച്വർ ഗ്രേയിങ് പ്രിവെന്റ് ചെയ്യാം.